ചമരെ തിരുവല്ലയിലെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിച്ചതിന് ശേഷമുള്ള മടക്കയാത്രയാണ്. ആലപ്പുഴയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരികെ യാത്ര. ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് തിരുവല്ല വരെയുള്ള യാത്ര. പക്ഷേ മടുപ്പിക്കുന്നതായിരുന്നില്ല. ആലപ്പുഴയുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഉള്ള മടക്കയാത്ര ആയതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കൽ അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയുമില്ല. ആലപ്പുഴയുടെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിലവിലിപ്പോൾ കാണുന്നത്. ഇത് കണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മച്ചാമാരെ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവല്ലയിൽ നെല്ലാടെന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ബാബു സാറിൻ്റെ വീട്ടിലൊരു ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ വിപിൻ ബ്രോ ഉണ്ട്. വിപിൻ എറണാകുളത്ത് നിന്ന് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അദ്ദേഹം ബെഹറിലാണ്. അതേപോലെ തന്നെ ചേട്ടൻ്റെ പേര് ബിനോയ് ബാ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഇലക്ട്രീഷ്യൻ ചേട്ടനുണ്ട്. പുള്ളിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. ബാബുചേട്ടനായിട്ടൊക്കെ കോൺടാക്ട് നടത്തിയത് പുള്ളിയാണ്. പേരെങ്ങനെ? സിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളെന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. കൂട്ടത്തിൽ ശ്യാമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂ ആയിരുന്നു. അതെന്തായാലും കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. വിപിൻ എറണാകുളത്ത് നിന്ന് ഇതിൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. സപ്പോർട്ടിന് അത്രയും ദൂരെ നിന്ന് തന്നെ എത്തിയതാണ്. ഏകദേശം ഒരു 100-90 കിലോമീറ്റർ നിന്ന് വണ്ടി ഓടിച്ചിട്ടുണ്ട് രാവിലെ. നല്ല മഴയൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങളെല്ലാം കാണുക. കൃത്യമായിട്ട് എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളതും മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത 300 mAh RCB വെച്ചിട്ടുള്ള അതേപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇന്ന് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, ഇതാണ് നമ്മുടെ DB വരുന്നത്. ഈ DB പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ DB അല്ല, പുറം രാജ്യത്തുനിന്ന് എത്തിച്ചേക്കുന്ന DB ആണ്. അതേപോലെ തന്നെ MCBകളും RCB ഒക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ RCBയുടെ റേറ്റിംഗ് വരുന്നത് 300 mAh ആണ്. അപ്പോൾ 300 mAh RCB ട്രിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകണം. അപ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യമൊന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതിൻ്റെ ലിങ്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു ലിങ്കും കാര്യങ്ങളൊക്കെയാണ്. ന്യൂട്രൽ ലിങ്കും അതേപോലെ എർത്ത് ലിങ്കും ഒക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോർമലി കാണുന്ന തരത്തിലുള്ള കണക്ഷൻസും കാര്യങ്ങളും അല്ല. MCBകളും ഒക്കെ പുറത്ത് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള MCBകളാണ് ഇതിൻ്റെ അത് വന്നിട്ടുള്ളത്. കുറച്ച് പഴക്കമുണ്ടെന്ന് തോന്നുന്നു. എർത്ത് ലിങ്കിലേക്ക് നോക്കുമ്പോഴും അത്തരത്തിലുള്ള ടെർമിനൽസാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മെഗർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ന്യൂട്രൽ ടു എർത്ത് മെഗർ ടെസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് നോക്കുവാണ് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത്. ഡെഡ് ഷോർട്ട് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കാണിക്കുന്നത്, 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കേബിളുകളും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ന്യൂട്രൽ അയച്ച് ചെക്ക് ചെയ്തു. ഇപ്പോൾ ഈ കാണുന്ന കേബിളിലാണ് കൃത്യമായിട്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളത്. ന്യൂട്രൽ ടു എർത്ത് ഷോർട്ട് ഉള്ളത് ആ കേബിളിലില്ല കേട്ടോ. ഓക്കെ. അതേപോലെ മറ്റ് ന്യൂട്രലുകളായിട്ടൊന്നും കാണുന്നുമില്ല. ന്യൂട്രലിലെങ്കിലും കാര്യങ്ങളിലൊന്നും കിട്ടുന്നുമില്ല. ആ ഒരൊറ്റ കേബിളിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഈ കേബിളാണ് കറക്റ്റായിട്ട് ഷോർട്ടിങ് എന്നുള്ള കണ്ടീഷനിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അത് പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ആ കണ്ടീഷൻ വന്നിട്ടുള്ളത്, എവിടെയാണ് ആ ഷോർട്ടിങ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ എന്തായാലും ബാക്കി വാല്യൂസ് കൂടിയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് എടുക്കണം. ഓരോ കേബിൾസിൻ്റെയും സെപ്പറേറ്റ് അഴിച്ച് വാല്യൂസ് എടുക്കുന്നതായിരിക്കും ഇത്തിരി ബെറ്റർ. അങ്ങനെ ഓരോ കേബിളും സെപ്പറേറ്റ് വാല്യൂസ് എടുക്കുകയാണ്. ആദ്യത്തെ കേബിളിൽ 3.5. ഓരോ കേബിളും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ നമുക്കത് കൃത്യം കിട്ടും. ഓക്കെ കേട്ടോ. 403 MHz ഹയർ വാല്യൂസാണ് വരുന്നത് എല്ലാം. 11.5, 12 MHz, 13 MHz ആ ഒരു റേഞ്ചിലാണ് കടന്നു വരുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ആ സർക്യൂട്ടിലൊന്നും കാണുന്നില്ല. കേബിൾസിനൊക്കെ നല്ല വാല്യൂസിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. 0.1 ലെവലിൽ ഒരു സർക്യൂട്ട് വന്നിട്ടുണ്ട്. 10.6. അപ്പോൾ ഇതിങ്ങനെ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഓരോ സർക്യൂട്ടിലെയും ന്യൂട്രലിൻ്റെ വാല്യൂസ് കറക്റ്റായിട്ട് അറിയാമെന്നുള്ളതാണ്. ന്യൂട്രൽ ടു എർത്ത് വാല്യൂ അറിയാമെന്നുള്ളതാണ്. ചില ലൈറ്റ് ഫിറ്റിങ്സ്, അതായത് നമ്മുടെ LED ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് 0.5 വാല്യൂ ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ വോൾട്ടേജ് റേഷ്യോ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. എത്രത്തോളം ഡ്രോപ്പ് വരുന്നുണ്ടെന്നുള്ളത് കണക്കാക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആ 17 എന്നുള്ള വോൾട്ടേജ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഡെഡ് ഷോട്ട് വന്നിട്ടുള്ളത് 0-ൽ 3 വോൾട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ. ഇപ്പോൾ ഹയർ വാല്യൂ 13.5. വോൾട്ടേജിൽ വേരിയേഷൻ വരാത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. 0.1-ൽ 26 വോൾട്ട്, 24 വോൾട്ട്. 0 എന്നുള്ള കണ്ടീഷനിൽ വരുമ്പോൾ ആ വാല്യൂ കറക്റ്റായിട്ട് 3 വോൾട്ടിൽ താഴെ പോകുന്നത് നമുക്ക് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വോയിസ് റീഡബിങ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഒന്ന് നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. കണ്ടോ. 0.01-ൽ വന്നപ്പോൾ 21 വോൾട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് 0-ൽ വരുമ്പോൾ അത് 3 വോൾട്ടിൽ താഴത്തേക്ക് പോകുന്നൊരു ലെവലിൽ നമുക്കത് കിട്ടുന്നുമുണ്ട്. ഒന്ന് ജസ്റ്റ് പുറകിലേക്ക് പോയി നോക്കിയാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും.
കുറച്ച് കേബിളുകളൊക്കെ വളരെ ജോയിൻ്റ് അടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് ഇത് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ RCCB മാറ്റി വെക്കുക, അല്ലെങ്കിൽ ആ DB സെറ്റ് ഫുള്ള് മാറ്റി വെക്കുന്ന ഒരു വർക്കാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും അത് അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അത് ഫുള്ള് മാറ്റി പുതിയ രീതിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ജോയിൻ്റുള്ള കേബിളുകളും DBയിൽ ഉൾക്കൊള്ളിക്കുന്നത് ശരിയല്ല, അത് ചാർജ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റി രണ്ടാമത് നല്ല രീതിയിൽ ചെയ്യുന്ന വർക്കും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അതല്ല അതുമല്ല ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ട ഭാഗം 3 ഫേസിനെ സിംഗിൾ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്താണ്. ഒരു ഫേസ് മാത്രം കൊടുത്തിട്ട് ബാക്കി എല്ലാം ലൂപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു RCCB കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി വയറുകൾ 2 ഫേസുകൾ നമ്മൾ ടേപ്പ് അടിച്ച് മാറ്റി നിർത്തുവാണ്. അവിടെ ഒരു ഫേസ് മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ RCCBയുടെ അടിയിലേക്ക് 3 ഫേസുകൾ ലൂപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് RCCBയിൽ കൊടുത്തു, 30 mA കൊടുത്തു. അതിനുശേഷം നേരെ 3 ഫേസ് RCCBയുടെ അടിയിലേക്ക് ഫേസുകൾ ലൂപ്പ് ചെയ്ത് ചെയ്യുവാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓൺ ചെയ്ത് ഓരോ MCBകൾ ഓണാക്കി നോക്കിയാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നമ്മുടെ 30 mA RCB ട്രിപ്പാവും. ലീക്കേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 mA RCB ട്രിപ്പാവും. അപ്പോൾ ഏത് സർക്യൂട്ടാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നിലവിൽ നമ്മൾ ന്യൂട്രൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫേസ് സർക്യൂട്ട് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് ഇപ്പോൾ ചെയ്യാൻ പോണേ. അപ്പോൾ എന്തായാലും നമ്മുടെ 3 ഫേസിൽ സപ്ലൈ വന്നിട്ടുണ്ട്. അത് ഓണാക്കിക്കൊണ്ട് നമുക്ക് ഓരോ MCBകളും ഓൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ ന്യൂട്രലുമായിട്ട് ലിങ്കുള്ള ന്യൂട്രൽ എർത്തിന് ഷോർട്ടുള്ള സർക്യൂട്ടിൽ MCB ഓൺ ചെയ്യുമ്പോൾ RCB ട്രിപ്പാകും. ഓക്കെ, അതായത് ബേസിലൂടെ പോകുന്ന കറണ്ട് എർത്തിലേക്ക് പോകും. നമ്മൾ ഓണാക്കുന്ന MCB ഫാൾട്ടിയാണ്, അല്ലെങ്കിൽ ആ സർക്യൂട്ട് ഫാൾട്ടായിട്ടുള്ള സർക്യൂട്ട് ഓണാക്കുമ്പോൾ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ MCBകളായിട്ട് ഓൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ റൂമിലെ ലൈറ്റ് വരെ വന്നിട്ടുണ്ട്. നേരത്തെ ഫ്ലാഷ് നമ്മുടെ മൊബൈലിലെ ഫ്ലാഷ് ചാർജ് കുറവായ കാരണം ഓഫായി പോയതുകൊണ്ടിട്ടാണ്. ഓക്കെ, ഇതിപ്പോൾ ഓൺ ചെയ്യുന്ന MCB ആണ് ഫാൾട്ട്. ഈ MCB ആണ് നമ്മൾ നേരത്തെ അഴിച്ചിട്ട ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ MCBയുടെ ഫേസിൽ നിന്ന് പോകുന്ന സപ്ലൈ ആണ് ആ ന്യൂട്രലിൽ തിരിച്ച് എത്തേണ്ടത്. അത് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ടിട്ട്, അതേപോലെ തന്നെ അത് എർത്തിലേക്ക് പോയത് കൊണ്ടിട്ടുമാണ് നിലവിൽ ട്രിപ്പായി പോയത്. അപ്പോൾ എന്നാലും ബാക്കി MCBകളെല്ലാം ഓൺ ആക്കിയപ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ 300 mA RCB ട്രിപ്പാകാനുള്ള കാരണം വരുന്നത് ആ ഒരു സർക്യൂട്ടിലെ ഫാൾട്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് ആ ഫാൾട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഏരിയ തിരിച്ച് നമുക്ക് ഏത് സെക്ഷനാണെന്നുള്ള ഫാൾട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ കയ്യിരിക്കുന്ന മീറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ അളക്കാൻ പറ്റിയിട്ടുള്ള മീറ്ററാണ്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ RCCB ട്രിപ്പിങ്ങിൻ്റെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. കാണാത്ത സുഹൃത്തുക്കൾ അത് കയറി ഒന്ന് നോക്കുക. ഏകദേശം 20ഓളം വീഡിയോസ് RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുണ്ട്. അതൊക്കെ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഫാൾട്ട് പരിഹരിക്കണം. എവിടെയാണ് ഇനി അത് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് നോക്കിയെടുത്താലേ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ മഴയൊക്കെ നനഞ്ഞ് വന്നപ്പോൾ ഫുള്ള് സൗണ്ട് പോയി. ഇനി നമ്മൾ അഴിച്ചിട്ട ന്യൂട്രൽ വയറിനെ ആ ന്യൂട്രൽ പോയിന്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. കണ്ടോ, ആ സമയം തന്നെ RCCB 30 mA ട്രിപ്പായി പോയി. അതായത് ആ ന്യൂട്രൽ നമ്മുടെ എർത്തുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ന്യൂട്രലാണ്. അതിനെ നമ്മൾ മെയിൻ ന്യൂട്രലായിട്ട് കണക്ട് ചെയ്തപ്പോൾ തന്നെ RCCB ട്രിപ്പായി. അപ്പോൾ ആ സെക്ഷൻ ഏതാണെന്നുള്ളത്, ഈ വയർ, ഈ അഴിച്ചിട്ടിരിക്കുന്ന വയർ ഏത് സെക്ഷനിലാണെന്നുള്ളത് നമ്മൾ ഇനി കണ്ടുപിടിക്കുക. നമുക്ക് ഫേസ് വയറും അറിയാം, ന്യൂട്രൽ വയറും അറിയാം. പിന്നെ നമ്മൾ അത് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യണം. അപ്പോൾ എന്തായാലും ഓരോ സെക്ഷൻ വഴി നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വയർ പോയിട്ടുള്ള അടുത്ത സ്വിച്ച് ബോർഡ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അവിടം വരെയുള്ള മെഗർ വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 5.3 MΩ ലെവലിൽ നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ബോർഡിൽ അഴിച്ചിട്ടു. ആ സ്വിച്ച് ബോർഡ് വരെയുള്ള ലെവൽ 5.5 MΩ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ചെക്ക് ചെയ്ത് നോക്കിയേ. ആ അല്ല, നീ ഇപ്പം അടിച്ച് നോക്കിയേ. അടിച്ചിട്ടേക്കാണില്ല. ആ അതെ, ഇത് നോക്കിക്കേ. ഇത് നോക്കിയേ. അല്ല, ഇപ്പം ഷോർട്ടല്ലേ? ആ, അപ്പോൾ അത് മാറ്റി. എങ്ങനെയുണ്ട്? അതെ, ഫുഡ് ലാമ്പിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ സാധനം. 7.8 MΩ. ഓക്കെ, അത് പെർഫെക്റ്റാണ്. ചാർജ് ചെയ്യാം.
ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്ന കംപ്ലയിൻസിൽ ഒന്നാമത്തെ കേസ് വരുന്നത് നമ്മുടെ ഗേറ്റ് ലൈനിലേക്ക് പോകുന്ന ഒരു സപ്ലൈ, ആ ഫേസ് സപ്ലൈ ഷോർട്ടാണ്. നമ്മളിപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ കാണാം RCB ട്രിപ്പ് ആവും. ഓക്കെ, അത് ഗ്രൗണ്ടഡ് ആണ് നിലവിൽ. അതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പറ്റത്തന്നെ ഉണ്ടായിരുന്നൊരു കണ്ടീഷനാണ്. ഗേറ്റ് ലാമ്പിലേക്ക് പോയിട്ടുള്ള സ്പേസ് വെയർ ലീക്കേജാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ കാണുന്ന ഈ ഷാൻഡിയർ ഇത് റിപ്പയർ ചെയ്തിട്ട ഷാൻഡിയറാണ്. ആ സമയത്ത് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഫാൾട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇതിൻ്റെ മെറ്റൽ ബോഡിയുമായിട്ട് അതേപോലെ തന്നെ ഹുക്കുമായിട്ട് തന്നെ അതിൻ്റെ ന്യൂട്രൽ വയറിന് കറക്റ്റായിട്ടുള്ള ഷോർട്ടിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന ഷാൻഡിയർ പക്ക ഷോർട്ടല്ല, പക്ഷേ ഇതിനകത്ത് മെഗർ വാല്യൂ കുറവാണ്. അത് ഉപയോഗിച്ചിരിക്കുന്ന വയറിൻ്റെ പ്രശ്നം കൊണ്ടിട്ടൊക്കെ വരാട്ടോ, അതും മാറ്റി ചെയ്യേണ്ടി വരും. അതേപോലെ താഴത്ത് ഒരു ഫുഡ് ലാമ്പ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ ഫുഡ് ലാമ്പ് നമ്മുടെ പഴയ ടൈപ്പിലുള്ള ബ്രാസിൻ്റെ ഹോൾഡർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അതേപോലെ ഇവിടെ നമ്മുടെ സീലിംഗ് ഫിറ്റിങ്സ് പിടിപ്പിച്ച സ്ഥലത്തൊരു ചെറിയ ലീക്കേജ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മെഗറിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുക. അതേപോലെ നമ്മുടെ ഗേറ്റിലെ ലൈറ്റുകളും മെയിനായിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു സർക്യൂട്ടിലെ ഫേസ് വെയറിൽ കണ്ട ചെറിയ രീതിയിലുള്ള ലീക്കേജാണ്. അതിനെയും മാറ്റിയിട്ടിരിക്കണം, വയർ മാറ്റണം. അപ്പോൾ എന്തായാലും നമ്മുടെ DBയിലെ പ്രശ്നങ്ങൾ എന്തായാലും നമ്മൾ പരിഹരിച്ചു. 30 mA RCBയിലാണ് നിലവിൽ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ളത് 300 mA ആണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. എന്നാൽ ഈ DBയുടെ കണ്ടീഷൻ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഈ 300 വെക്കുന്നത് ശരിയല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 30 വെച്ചിട്ടുള്ള പോലെ 30 mA RCB വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ വളരെയധികം ഫാൾട്ട് കാര്യങ്ങൾ ഉണ്ട് ഈ DBയിൽ. പ്രധാനമായിട്ടും നോക്കുമ്പോൾ തന്നെ വളരെയധികം ഫാൾട്ടുണ്ട്. ഇത് മാറ്റണം, 300 മാറ്റണം. അതേപോലെ തന്നെ ഈ MCBകൾ കാലപ്പഴക്കം വന്നിട്ടുള്ളതാണ്, അവ മാറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷേ വർക്കിംഗ് നല്ലതായിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. എന്നാലും വയറിംഗ് ഒക്കെ ഇത്രയും ഫാൾട്ടായിരിക്കുന്നതുകൊണ്ട് ഇത് മാറ്റി നമുക്ക് പുതിയ DB വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് നമ്മുടെ ഫേസ് സെലക്ടറിലേക്കുള്ള കണക്ഷൻസാണ്. അതൊരു ഫാൾട്ട് വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ട്രിപ്പിംഗ് ഇഷ്യൂസ് സംഭവിക്കുന്നു. ട്രിപ്പിംഗ് അല്ല, ഷോർട്ടിങ് ഫ്യൂസ് പോകുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ബൈപ്പാസ് ചെയ്തേക്കണേ. ഈ കണ്ടീഷനിലൊന്നും നമുക്കിത് ഒരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ വയറിംഗ് ഒക്കെ മാറ്റി പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ഇത്രയും മോശമായിട്ടുള്ളൊരു സർക്യൂട്ടാണ്, വയറിംഗ് ആണ്. ആ DB ഒക്കെ കാര്യമായിട്ട് ഡ്രസ് ചെയ്യണം. നമ്മൾ സ്വിച്ച് ബോർഡ് സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു, അതും ഒന്ന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ നമ്മളിപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാൻ പോവുകയാണ്. RCD ടെസ്റ്ററിൽ നമ്മൾ ടെസ്റ്റ് അടിച്ച് എത്ര mA ലീക്കേജാണ് ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ടെസ്റ്റിങ്ങിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്നത് ട്രിപ്പായി 16 mA 73 millisecondലാണ് ട്രിപ്പായിട്ടുള്ളത്. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ 30 mA RCB, ബാക്കി 14 mA ലീക്കേജ് സർക്യൂട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മളിൻ്റെ അകത്ത് മനസ്സിലാക്കണം. അപ്പോൾ നിലവിൽ നമ്മൾ ഫുൾ ലോഡ് കണ്ടീഷനിൽ ചാർജ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലീക്കേജ് എന്ന് പറയുന്നത് 14 mA ആണ്. സർക്യൂട്ടിൽ 14 mA ലീക്കേജ് ഉണ്ട്. അത് ഈ വയറിങ് കാര്യങ്ങളൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് വരുമ്പോൾ അത് കുറച്ചുകൂടി കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഔട്ട്സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് ലൈറ്റ് ലോഡ് കണ്ടീഷനിൽ മാത്രം ചെക്ക് ചെയ്യുമ്പോൾ 6.3 ആണ് നമുക്ക് കിട്ടുന്ന ലീക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ കുഴപ്പമുള്ള രീതിയിലൊന്നുമല്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മെയിൻ സ്വിച്ച് സെക്ഷനിൽ MCCB കാര്യങ്ങളൊക്കെ വെച്ചേക്കണം, അതൊന്നും പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ വയറിംഗ് എല്ലാം ഒന്ന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് തുടർന്നും വരും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. ട്രിപ്പിംഗ് പരമായിട്ടുള്ള സംശയങ്ങൾ മാറ്റുന്നതിനായിട്ട് ഇലക്ട്രീഷ്യന്മാർ പ്രത്യേകിച്ചും നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നേരെ നമ്മുടെ വീഡിയോ സെക്ഷനിൽ RCB ട്രിപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. അവിടെ ഒരു 10-20 വീഡിയോ ഉണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.